രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷീജ, ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൃത്യമായൊരു രൂപം വന്നിരിക്കുന്നു. എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുക? വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷമ്മി, അസിത, ഏതായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുക തന്നെയാണ്. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു സംഘത്തിൽ പ്രത്യേകിച്ചും സൈബർ വിദഗ്ധരടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ തെളിവുകൾ കൂടുതലായും പുറത്തു വന്നത് ഒന്ന് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. ശബ്ദരേഖയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചാറ്റ് വിവരങ്ങളടക്കം പുറത്തു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈബർ വിദഗ്ധരുടെ അടക്കമുള്ള ഒരു സംഘം അവർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ ഇപ്പോൾ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ചാറ്റുകളെല്ലാം പരിശോധിക്കുക, അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരകളാക്കപ്പെട്ടവരിൽ ചിലർ അത് അന്വേഷണ സംഘത്തോട് അവരുടെ പരാതി സന്നദ്ധത അറിയിച്ചിരുന്നു. ഇവരെ നേരിട്ട് കണ്ട് ഇവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയുക, ഇവരുടെ മൊഴിയെടുക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും രാഹുലിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കുക. അതോടൊപ്പം തന്നെ മൊഴിയെടുക്കലിന് ശേഷമായിരിക്കും ഈ കേസിൽ കൂടുതൽ വകുപ്പുകളടക്കം രാഹുലിനെതിരെ ചുമത്താൻ സാധിക്കുക. ആ സാഹചര്യം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ അന്വേഷണം നാളെ മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഏറ്റെടുത്ത് ഈ മൊഴിയെടുപ്പിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഷീജ, ഇക്കാര്യത്തിൽ ഒരു അസാമാന്യമായ ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതായത് ഈ ഇരകൾ, ഈ അതിജീവിതകൾ അവരൊരു കാരണവശാലും തങ്ങൾക്കെതിരെ പരാതിയുമായി വരില്ല എന്നൊരു വല്ലാത്ത ആത്മവിശ്വാസം ഇയാളെ നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇതിൽ ചിലർ പരാതി നൽകാൻ തയ്യാറാണ് എന്ന സൂചന ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. ഷീജ. തീർച്ചയായും ഷമ്മി, അതായത് കോൺഗ്രസിന്റെ വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും തന്നെ പരാതി നൽകാനായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ പരാതി നൽകാൻ സന്നദ്ധരാണ് എന്ന് ഇതിൽ ചിലർ അറിയിച്ചിട്ടുണ്ട്. പലരും ഭീഷണി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പല കേസുകളും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം രാഹുൽ അനുകൂലികൾ ആരംഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതായാലും അന്വേഷണ സംഘം ഈ ഇരകളാക്കപ്പെട്ടവരെ നേരിട്ട് കണ്ട് അവരിൽ നിന്നും മൊഴിയെടുത്ത് മുന്നോട്ട് പോകുക. അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ മൊഴി മാത്രം ശേഖരിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ഏതായാലും പക്ഷേ ഇപ്പോൾ ചിലർ പരാതി നൽകാൻ സന്നദ്ധരാണ് എന്ന് അറിയിച്ചിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കേസും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ കേസിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്.